കോൺഗ്രസിൽ സാധാരണ രീതിയിൽ സ്വന്തം സ്ഥാനാർത്ഥിക്കെതിരെയോ അതല്ലെങ്കിൽ സ്വന്തം നേതാക്കന്മാർക്കെതിരെയോ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിക്കെതിരെയോ പ്രവർത്തിക്കുന്നവരെ പൊതുവിൽ ഒരു നടപടിയും സ്വീകരിക്കാതെ സംരക്ഷിച്ചു പോകുന്ന നിലപാടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ശിങ്കിടിയായി അല്ലെങ്കിൽ ആ നേതാവിൻ്റെ ഗ്രൂപ്പുകാരനായി മാറിയാൽ എല്ലാവിധ സംരക്ഷണവും ഒരുക്കി നൽകുന്ന സംവിധാനമാണ് കോൺഗ്രസിൽ നിലനിന്നിരുന്നത്. എന്നാൽ ഇപ്പോഴിതാ കോൺഗ്രസിലെ ചില ആളുകൾക്കെതിരെയൊക്കെ കടുത്ത അച്ചടക്ക നടപടി വരുന്നു എന്നുള്ള തരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നു. കോഴിക്കോട് കോൺഗ്രസിലാണ് വലിയ തോതിലുള്ള DCCക്ക് കീഴിലാണ് വലിയ തോതിലുള്ള അച്ചടക്ക നടപടി നടക്കുന്നത്. പാർട്ടി ഭാരവാഹികളടക്കം ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർമാരായ 7 പേരെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കോഴിക്കോട് വീണ്ടും ഉണ്ടായിരിക്കുന്ന ഈ അച്ചടക്ക നടപടിയെ വലിയ ഭീതിയോടെയാണ് ചില വകുപ്പ് നേതാക്കന്മാർ അല്ലെങ്കിൽ ചില ഗ്രൂപ്പ് നേതാക്കന്മാർ കാണുന്നത്. കാരണം ഇത്തരത്തിലുള്ള നടപടി ഉണ്ടായാൽ മുരളീധരനെ തോൽപ്പിക്കാൻ വേണ്ടി കയ്യും മുറുക്കി പുറത്തിറങ്ങിയ തൃശ്ശൂരിലെ നേതാക്കന്മാരുടെ അവസ്ഥയെല്ലാം എന്താകുമെന്നുള്ള ആശങ്ക വലിയ തോതിൽ ഇവരെ അലട്ടുന്നുണ്ട്. പാർട്ടി ഭാരവാഹികളടക്കം ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർമാരായ 7 പേരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതോടെ DCC ഭാരവാഹികളുടെ അടക്കം ഉള്ളിലൂടെ ആദി ഭരിക്കുന്നു എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി MK രാഘവനെതിരെ പ്രവർത്തിച്ചെന്ന കാരണം പറഞ്ഞാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ഭരണത്തിലുള്ള ചേവായൂർ സർവീസ് സഹകരണ ബാങ്കുമായുള്ള DCC ഏറ്റുമുട്ടൽ രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ അച്ചടക്ക നടപടി ഉണ്ടായിരിക്കുന്നത്. DCC അംഗമായ KP പുഷ്പരാജൻ, മാങ്കാവ് ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളായ സുഭാഷ് ചന്ദ്രൻ, തോട്ടത്തിൽ മോഹൻദാസ് തുടങ്ങി പാർട്ടി നേതാക്കളടക്കം 7 ഡയറക്ടർ ബോർഡ് അംഗങ്ങളെയാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ച് അതിലൂടെ സസ്പെൻഡ് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. P സദാനന്ദം മാസ്റ്റർ, T രാജി, പ്രമീള ബാലഗോപാൽ, സ്വർണലത എന്നിവരാണ് നടപടി നേരിട്ട മറ്റ് ഡയറക്ടർമാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയം LDF സ്ഥാനാർത്ഥിയുമായി ഇവർ രഹസ്യമായി യോഗം ചേർന്നെന്ന് പാർട്ടിയുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതായി DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുകയായിരുന്നു. നോക്കൂ, കോൺഗ്രസ്സുകാരുടെ അവസ്ഥ എത്രത്തോളം പരിതാപകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കാരണം സ്വന്തം സ്ഥാനാർത്ഥിക്കെതിരെ എതിർ സ്ഥാനാർത്ഥിക്കൊപ്പം യോഗം ചേർന്ന് തീരുമാനമെടുക്കേണ്ട അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതായത് ആ പ്രദേശത്തെ കോൺഗ്രസ്സുകാരായ നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾക്കോ മറ്റു കാര്യങ്ങൾക്കോ യാതൊരുവിധ വിലയും കൽപ്പിക്കാതെ നടപടി സ്വീകരിച്ചതിനിടയിലുള്ള പ്രതിഷേധമാണ് എന്നുള്ള കാര്യം ഇക്കാര്യത്തിലൂടെ വ്യക്തമാണ്. പതിറ്റാണ്ടുകളായി കോൺഗ്രസ് ഭരണത്തിലുള്ള ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണം CPMന്റെ കൈകളിൽ എത്തിക്കുന്നതിന് ഇടപാടുകാരല്ലാത്തവർക്ക് അംഗത്വം നൽകി ബാങ്കിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്ന നീക്കങ്ങൾക്ക് ഇവർ നേതൃത്വം നൽകിയതായി പാർട്ടിക്ക് ബോധ്യപ്പെട്ടെന്നും ഈ പറയുന്ന DCC നേതൃത്വം പറയുന്നുണ്ട്. പാർട്ടിയിൽ നിന്ന് പുറത്താകാതിരിക്കാൻ എന്തെങ്കിലും കാരണം ബോധിപ്പിക്കാനുണ്ടെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ട് ഇവർക്ക് നോട്ടീസ് നൽകി. ബാങ്ക് പ്രസിഡന്റായ GC പ്രശാന്തിനെതിരെ മുൻപ് നടപടി എടുത്തിരുന്നു. ഡയറക്ടർമാർ പ്രശാന്തിനൊപ്പം നിൽക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ നടപടി ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ജില്ലാ നേതൃത്വത്തിൻ്റെ നിലപാടിനെതിരെ പ്രതിഷേധമുള്ളവരും DCCയിൽ ശക്തമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം പരസ്യമായി പ്രതികരിച്ചാൽ സുധാകരൻ്റെ നേതൃത്വത്തിൽ വെട്ടിനിരത്തൽ നടക്കുമെന്നുള്ള ഭീതി ഉള്ളതുകൊണ്ട് ഇവർക്ക് പരസ്യമായി പ്രതികരിക്കാൻ സാധിക്കുന്നില്ല. ഈ ഘട്ടത്തിൽ വലിയ തോതിലുള്ള ഒരു അച്ചടക്ക നടപടി ഉണ്ടായി കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സാരമായി ബാധിക്കുമെന്നും അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളെ ഇത് വലിയ തോതിൽ ബാധിക്കുമെന്നും DCCയിലെ ഒരു വിഭാഗം പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും മുഖവിലയ്ക്ക് എടുക്കാത്ത നിലപാടുമായിട്ടാണ് സുധാകരൻ സംഘവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഏത് പാർട്ടിക്കുള്ളിലാണെങ്കിലും പുതിയ അച്ചടക്ക നടപടികൾ ഉണ്ടാകുന്ന നല്ല കാര്യമാണ്. കാരണം പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. പക്ഷേ ഇത്തരത്തിലാണെങ്കിൽ KPCCയിലെ മുതിർന്ന നേതാക്കന്മാർക്കെതിരെ എന്ത് നടപടിയാവും കോൺഗ്രസിന് സ്വീകരിക്കാൻ സാധിക്കുക? മുരളീധരനെ തോൽപ്പിക്കാൻ കൂട്ടുനിന്നവരും തകർക്കാൻ ശ്രമിച്ചവരും ഇതിന് മറുപടി പറയേണ്ടതല്ലേ? ഷാഫിക്കെതിരെ പ്രവർത്തിച്ചവർ ഇതിന് മറുപടി പറയേണ്ടവരല്ലേ? അതോടൊപ്പം തന്നെ കൃത്യമായി പറഞ്ഞാൽ തരൂരിനെതിരെ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തിയ തിരുവനന്തപുരത്തെ കോൺഗ്രസ് നേതാക്കന്മാരും ഇതിന് മറുപടി പറയേണ്ടവരല്ലേ? ഈ ഘട്ടത്തിലെല്ലാം TN പ്രതാപൻ അടക്കമുള്ളവർക്കെതിരെ നടപടി ആവശ്യപ്പെടുന്നു. അതുപോലെ തമ്പാനൂർ രവി അടക്കമുള്ളവർക്കെതിരെ നടപടി വരണമെന്ന് ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ കാസർഗോഡൊക്കെ ബന്ധപ്പെട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കമുള്ളവരെല്ലാം പ്രതിക്കൂട്ടിലാകുന്നു. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ഉരുത്തിരിയുന്ന ഘട്ടത്തിലും ഈ പറയുന്ന ചെറിയ താഴേക്കിടയിലുള്ള ആളുകൾക്കെതിരെ മാത്രം നടപടി സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ രക്ഷപ്പെടാനുള്ള തന്ത്രത്തിനെ ശക്തമായി പ്രതിരോധിക്കാനുള്ള നീക്കത്തിലാണ് ഇടതുപക്ഷവും പ്രതിപക്ഷ സംഘടനകളും.